കണ്ണൂർ പഴവങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് പോലീസ് അടപ്പിച്ച ഖദീജ മെഡിക്കൽ ഷോപ്പ് തുറക്കാനുള്ള ശ്രമം തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തടഞ്ഞത്. അരുൺ പൂപ്പറമ്പാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺ, ഇത് സാധാരണ പോലെ ഒന്ന് രാവിലെ തുറക്കാനായിരുന്ന ഉടമകളുടെ നീക്കം? ആഷ്മി, കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്നലെയാണ് ഈ മെഡിക്കൽ ഷോപ്പ് പോലീസ് ഇടപെട്ട് അടപ്പിച്ചത്. താൽക്കാലികമായാണ് അടപ്പിച്ചത്. അതിനുശേഷം ഇന്ന് ഉടമ വീണ്ടും ഈ മെഡിക്കൽ ഷോപ്പ് തുറക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി അവിടെ എത്തിയത്. 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഈ ഷോപ്പ് തുറക്കാനുള്ള ശ്രമം തടഞ്ഞു. അതിനുശേഷം ഈ ഷോപ്പ് ഉടമ ഈ മെഡിക്കൽ ഷോപ്പ് തുറക്കാതെ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ ആയത് എന്നതാണ്. മരുന്ന് മാറി നൽകിയതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ഇത്തരം കാര്യങ്ങളിൽ സയന്റിഫിക്കായ അറിവുള്ള ആൾക്കാരില്ലാത്തതിനാലാണ്. ഉടമ തന്നെയാണ് ഈ മരുന്ന് മാറി നൽകിയെന്ന കാര്യം മൊഴി ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ മെഡിക്കൽ ഷോപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ പറഞ്ഞ്. നേരത്തെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധവും ഇതേ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില കാര്യമായി തന്നെ പുരോഗതി ഉണ്ടായി. ഇന്നലെ ആശുപത്രി വിടുകയും ചെയ്തു. കരളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെ വൈകിട്ടാണ് കുഞ്ഞ് ആശുപത്രി വിട്ടത്. എന്തായാലും വീഴ്ച കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. നേരത്തെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന വിമർശനവും ആക്ഷേപവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടായത് ഗുരുതരമായ മാരകമായ വീഴ്ചയാണ്. അപ്പോൾ അത് ഒരു തീരുമാനമായിട്ട് മതി തുറക്കൽ എന്നുള്ളതാണ് സമരക്കാരുടെ തീരുമാനം. അതിന് പ്രകാരം തന്നെ അത് തുറക്കാനുള്ള നീക്കം തടയുകയും ചെയ്തു.